യാത്രകളും കാഴ്ചകളും പ്രകൃതിയോടുള്ള കരുതലും ചായക്കൂട്ടുകളായി മാറിയപ്പോൾ പിറന്നത് 100-ലധികം വിസ്മയ ചിത്രങ്ങൾ. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീരാജ് താന്യം തൻ്റെ 5 വർഷത്തെ കലാസബരിയുടെ പ്രദർശനം സ്വന്തം തറവാടായ കറുത്തുള്ളിക്കളരിയിൽ ഒരുക്കിയിരിക്കുകയാണ്. തൃശൂർ താന്യത്തെ തറവാട് വീട് ഇപ്പോൾ ഒരു ആർട്ട് ഗാലറിയായി മാറിയിരിക്കുന്നു. താന്യം ആർട്ട് ഗാലറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇടം ശ്രീരാജ് താന്യം എന്ന കലാകാരൻ്റെ 5 വർഷത്തെ യാത്രകളുടെ പരിസമാപ്തിയാണ്. വീടിനുള്ളിലെ ചുവരുകളിലും മുറ്റത്തുമായി 100-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ശ്രീരാജിൻ്റെ ഓരോ ചിത്രവും സംസാരിക്കുന്നത്. വെറുമൊരു കലാസൃഷ്ടി എന്നതിലുപരി പ്രകൃതി നശീകരണത്തിനെതിരായ ഒരു പോരാട്ടം കൂടിയാണ് തൻ്റെ ഓരോ വരയുമെന്ന് ഇദ്ദേഹം പറയുന്നു. ഈ പ്രകൃതി സംരക്ഷണം ഒക്കെ ആയിട്ടുള്ള എക്കോസേപ്പിയൻ പെയിൻറ്റിങ്സ് എന്ന് ഞാൻ പറയണത്, അത് പ്രകൃതിയിലെ നന്നായിട്ട് വിവേകത്തോടു കൂടിയിട്ട് നമ്മൾ തന്നെ പ്രകൃതിയാണ്. അപ്പോൾ അത്രയും സൂക്ഷിച്ചും സംരക്ഷിക്കണം. പ്രകൃതി ഞാനും നെയ്യൊക്കെ ഒന്നാണെന്നുള്ള സങ്കല്പത്തിലുള്ള പെയിൻറ്റിങ്സാണ്. ഇതും കൊണ്ട് ഞാനിപ്പോൾ 20-ന് ശേഷം ഇങ്ങനെ ഇപ്പോൾ 26 ആയില്ലേ, 6 വർഷമായിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കാശ്മീർ തൊട്ട് ഏകദേശം നമ്മുടെ കന്യാകുമാരി വരെയുള്ള കോളേജസ്, യൂണിവേഴ്സിറ്റി, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവിടെയൊക്കെ കാണിച്ച്, പിന്നെ ഇങ്ങനെ കുട്ടികളും അധ്യാപകരൊക്കെ ആയിട്ട് സംസാരിച്ച്, നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ സുഖമായിട്ട് തന്നെ പോണ യാത്രകളിലുണ്ടായിട്ടുള്ള ഞാൻ എൻ്റെ കാട്ടിലേക്കുള്ള പണ്ടത്തെ യാത്രകളിലൊക്കെ ഒരു ഇമ്പാക്റ്റാണ് ഈ സാധനങ്ങളെന്ന് തോന്നുന്നു. അത് തന്നെ ഞാൻ അങ്ങനെ ബോധപൂർവം പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രങ്ങളും വരച്ചിട്ടില്ലേ. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയി പോണതാണ്. ഒറ്റ ചിത്രങ്ങളും എൻ്റെ തലയിൽ കണ്ടിട്ട് പിന്നെ അത് ക്യാൻവാസിലിരിക്കുന്നല്ലേ. പക്ഷെ കാടിൽ നിന്നൊക്കെ വന്നിട്ട് കാട്ടിലും മേട്ടിലൊക്കെ സഞ്ചരിച്ച് വന്ന് ഗുഹകളിലൊക്കെ കിടന്ന് വന്നിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം തന്നെ വരുന്നതാണ്. ഞാൻ ബോധപൂർവം ചെയ്തിട്ടൊരു പരിപാടിയില്ല ഇതിൽ. ട്രിവാൻഡ്രത്തിൽ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ തറവാടാണ്, കറുത്തുള്ളിക്കളരി തറവാടാണ്. ഇതിപ്പോ ആരുമില്ല ഇവിടെ. ഇതിപ്പോ ഈ പടങ്ങള് സെയിലിങ്ങും നമ്മളിങ്ങനെ വിൽക്കാന്നുള്ള പരിപാടി ഇതിലില്ല. ഇതെല്ലാം ഇങ്ങനെ സ്നേഹമുള്ളവർക്ക് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയില്ല. അതുണ്ടെങ്കിൽ പെയിന്റിങ്ങുകൾ കാണണം ആൾക്കാർ, അങ്ങനത്തെ കൂട്ടുകാരുണ്ട്. ഇതിപ്പോ ഒരു മാസത്തെ പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും, കാസർഗോഡേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യണം, ഷിഫ്റ്റിംഗ്. വർഷങ്ങളായുള്ള തൻ്റെ യാത്രകളിലെ കാഴ്ചകളാണ് ഈ നിറങ്ങളിലുള്ളത്. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന സന്ദേശത്തോടൊപ്പം വരയിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തിയും സൗഹൃദവുമാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഈ കലാകാരൻ പറയുന്നത്. പെയിന്റിങ്സ് കാണിച്ചിട്ട് എനിക്ക് അവരോട് ഈ പ്രകൃതിയെയും സ്നേഹത്തിനെയും മനുഷ്യത്വത്തിനെയും കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഈ പെയിന്റിങ് കാരനാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ദീസ് ആർ മൈ പാസ്പോർട്ട് ആണ്. ഇതില്ലെങ്കിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്, കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒന്നും കയറാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ഇപ്പോൾ ഇതൊരു എമർജൻസിയാണ്. മനുഷ്യൻ നശിപ്പിക്കുകയാണ് പ്രകൃതി തന്നെ. മനുഷ്യനെ തന്നെ നശിപ്പിക്കുക. അവനൊരു രോഗിയാവുക, അതേപോലെ തന്നെ പ്രകൃതിനെ രോഗിയാക്കുക. അവൻ്റെ ആക്രാന്തം, ഗ്രീഡ് എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഇത് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. അങ്ങനത്തെ സ്വഭാവം വരുമ്പോൾ പ്രകൃതിയിൽ നശിപ്പിക്കുക. അതിൻ്റെ ഒപ്പം യുദ്ധങ്ങളും സംഭവങ്ങളും ഇതുപോലത്തെ ബിസിനസ് സംഭവങ്ങളെല്ലാം ഒരു സമാധാനത്തിലൊക്കെ ഇല്ലാണ്ടാവുക. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ടുള്ള ലവ്, ബ്യൂട്ടി, ഇതൊക്കെയാണ് നമ്മുടെ വാക്കുകൾ. ആ ചിത്രങ്ങളും അതന്നെ പറയുന്നതാണ്. 2020 ദി ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായി വിരമിച്ച ശേഷമാണ് ശ്രീരാജ് മുഴുവൻ സമയ ചിത്രരചനയിലേക്ക് തിരിഞ്ഞത്. ശില്പി കാനായി കുഞ്ഞിരാമന്റെ ശിഷ്യനായ ഇദ്ദേഹം തിരുവനന്തപുരം മുതൽ ശ്രീനഗറിലെ ലാൽ ചൗക്ക് വരെ ഇന്ത്യയിലുടനീളം തൻ്റെ ചിത്രങ്ങളുമായി സഞ്ചരിച്ചു. ആദിവാസി ഊരുകളും തെരുവുകളും കലാലയങ്ങളും ശ്രീരാജിൻ്റെ ക്യാൻവാസുകൾക്ക് വേദിയായിട്ടുണ്ട്. യാത്രകൾക്ക് താൽക്കാലിക വിരാമമിട്ടാണ് ഇപ്പോൾ സ്വന്തം ഗ്രാമത്തിൽ ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മെയ് അവസാനം വരെ താന്യം കറുത്തുള്ളിക്കളരിയിൽ ഈ കലാവിരുന്ന് തുടരും.